നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സീമ വിനീത് നമുക്ക് എല്ലാവർക്കും ഒരു പരിചിതമായ മുഖമാണ്. കാരണം ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നമ്മൾ കൂടുതൽ സീമയായിട്ട് അടുത്തത്. ഇപ്പം അത് മാത്രമല്ല, ഒരു മികച്ച എന്റർപ്രണറാണെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. സീമ ഒരു ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. കാര്യം നമ്മൾ അറിയാലോ, സ്വന്തം സത്വത്തെ തിരിച്ചറിഞ്ഞ് മറ്റൊരു വിഭാഗത്തിലേക്ക് മാറുന്നവരാണ് ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് വന്നത്. പുരുഷൻ എന്ന് പറയുന്ന ആ ഇതിൽ നിന്ന് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്ത്രീയിലേക്ക് മാറി. സ്വാഭാവികം, അതൊരു തെറ്റായ കാര്യമല്ല. നമ്മൾ ജനിച്ചതിന് ശേഷം ജീവിച്ചു തുടങ്ങുമ്പോഴാണ്, ഒരു മെഷീൻ പോലെയല്ലേ നമ്മൾ, അത് എന്ത് രീതിയിലാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്ക് ജീവിച്ചു തുടങ്ങുമ്പോഴേ അറിയാവൂ. അങ്ങനെ അത് മനസ്സിലാക്കി വളരെയധികം കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുകയും അതിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. നല്ല ടാലൻ്റുള്ള ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുപോലെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട്. സീമ പൊങ്കാലയ്ക്ക് പോകുന്നത്, വീട്ടിൽ മീൻകറി വയ്ക്കുന്നത്, വീട്ടിലെ ഗസ്റ്റുകൾ വരുന്നത്, പല ഗസ്റ്റിൻ്റെ വീട്ടിൽ പോകുന്നത്, ബ്രൈഡ്സിനെ ഒരുക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഒരുങ്ങുന്ന രീതി, ഷോപ്പിംഗ്, ഇതെല്ലാം തന്നെ വീട് മേടിച്ചപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ സീമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമായിരുന്നു. ഒരു പക്ഷേ ട്രാൻസ് എന്ന് പറയുന്ന സമൂഹത്തിന് ഏറ്റവും അധികം നമ്മൾ മനുഷ്യരുമായിട്ട് അടുക്കാൻ കാരണക്കാരായ വ്യക്തിയിൽ ഒരാളാണ് സീമ. കാരണം അവരൊരു ഒരു മാറ്റം വരുന്നു, പക്ഷെ ഒരു ജോലി ചെയ്യുന്നു, പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെയാവുന്നു. സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തുന്നു, ജോലി ചെയ്യുന്നു, പിന്നെ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു. സാധാരണ ജീവിതം തന്നെയാണ്. മറ്റേത് അവർ ഉപേക്ഷിച്ചു, ഒരു കോട്ട് ഉരിഞ്ഞ് കളഞ്ഞതുപോലെ ഉപേക്ഷിച്ചു അവർ. പിന്നീട് അവരതിലോട്ട് തിരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ട്രാൻസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ മേക്കപ്പ് മാത്രമാണ്, കെട്ടാണ്, അത് കഴിയുമ്പോൾ അവർ രാത്രി ഇങ്ങനെയല്ല, അങ്ങനെ വീണ്ടും വേഷം മാറാറുണ്ട്, അവർ മറ്റ് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ വേഷം കെട്ടി നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സീമ പ്രതികരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇനി ഒരിക്കലും പുരുഷനിലേക്കുള്ള ജീവിതം പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് സ്ത്രീത്വത്തെ സ്വീകരിച്ച് അങ്ങനെ അങ്ങ് തുടർന്നു പോയി. ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഇതിൽ തിരിച്ചെത്തിയത്. ഇപ്പോൾ സീമയ്ക്ക് വിവാഹമായി, വളരെ സന്തോഷമുള്ള കാര്യമാണ്. വിവാഹം ഉറപ്പിച്ച ചിത്രങ്ങളെല്ലാം തന്നെ സീമ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇപ്പോൾ ഉടനടി വിവാഹമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം സീമ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആക്രമണങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അത്തരക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾ സ്വന്തം വ്യക്തിത്വത്തെ ഇതുപോലെ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പണയം വയ്ക്കുന്നു എന്നുള്ളതാണ്. സീമ സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ ആ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഏത് ഇൻ്റർവ്യൂവിന് വന്ന് പറഞ്ഞാലും വ്യക്തമായ സത്യങ്ങൾ തുറന്നു പറയുന്നു. ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കിട്ടുന്ന സ്ഥാനം ഒരു പക്ഷേ നമ്മളെ മുമ്പിൽ അത് എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ സൊസൈറ്റിയോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിച്ച് പ്രതികരിക്കുമ്പം അത് കുറച്ചുകൂടി റൂഡായ രീതിയിൽ പ്രതികരിക്കുക, മോശമായ വാക്കുകൾ പ്രയോഗിക്കുക, ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടില്ല. ഒരു സൊസൈറ്റിയെ അംഗീകരിച്ച് അവനവൻ്റെ രീതികളെ അംഗീകരിച്ച് പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സീമയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സീമ നമ്മളെ മുമ്പിൽ ഒരു സ്ത്രീ തന്നെയാണ്. വളരെയധികം കഴിവുള്ള സ്ത്രീയാണ്. കഴിവ് സ്വന്തമായിട്ട് രാഗി എടുത്തതുമാണ്. ഓരോ ഫോട്ടോകൾ കാണുമ്പോഴും നമുക്കറിയാം കഴിവ് നേടിയെടുത്ത വ്യക്തിയും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് പരിപൂർണമായും 100% സമൂഹത്തിൽ നിന്നൊരു അംഗീകാരം കിട്ടും. ആ അംഗീകാരം നമ്മൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഒരാളുടെ സ്വൈര ജീവിതത്തിന് തടസ്സം നിന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെല്ലാം ഒരു കമ്മ്യൂണിറ്റിക്കാരില്ലേ, അത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അതിൽ ഒരാൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ അത്രയും കൂടുതൽ സ്വന്തം ജീവിതത്തിൽ പരിശ്രമിച്ച് സ്വന്തം വ്യക്തിത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് കാര്യമില്ല. തിരിച്ചറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. സീമയെ പോലെ ഇതുപോലെ സ്വന്തമായി പ്രയത്നിച്ച് ജീവിതത്തിലോട്ട് മുന്നോട്ട് അവനവൻ്റെ വ്യക്തിത്വം തെളിയുകയും അവനവൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ അസപ്റ്റ് എന്നാൽ എല്ലാവർക്കും കിട്ടും. 2 വള്ളത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ ഒരു പക്ഷേ സമൂഹം അംഗീകരിക്കില്ല. ഒരൊറ്റ വള്ളത്തിലുള്ള യാത്ര ആയതുകൊണ്ട് ആ യാത്ര വളരെ സ്മൂത്തായിട്ടും വളരെ നല്ല രീതിയിൽ നടക്കും. അതാണ് സീമയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്.